പ്രിയ GST കുടുംബാംഗങ്ങളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത കാലത്തായി വന്ന GSTയുടെ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ വന്ന പ്രധാന അപ്ഡേറ്റുകളിലൊന്നാണ് DRC03 എന്ന ഫോം പുതുതായിട്ട് ആഡ് ചെയ്തത്. സെക്ഷൻ 52, 73, 74, 76 കൂടാതെ 122 മുതൽ 125 വരെയും 127, 129 എന്നിവ പ്രകാരം ലയബിലിറ്റി രജിസ്റ്ററിൽ ഉണ്ടായിട്ടുള്ള ബാധ്യതകളായ നികുതി, പലിശ, പിഴ തുടങ്ങിയവ പേയ്മെൻറ്റ് ടുവേഴ്സ് ഡിമാൻഡ് എന്ന പേയ്മെൻറ്റ് ഓപ്ഷനിലാണ് അടയ്ക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതിനു പകരമായി അറിവില്ലായ്മ കാരണം പലരും DRC03യിലൂടെയാണ് പണമടച്ചത്. ഇങ്ങനെ അടവാക്കിയത് ഡിമാൻഡ് രജിസ്റ്ററിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നു മാത്രമല്ല, അതുകാരണം ഡിമാൻഡ് രജിസ്റ്ററിൽ നിന്ന് ഡിമാൻഡ് പോകാതിരിക്കുകയും ചെയ്തു. ഇങ്ങനെ വന്ന തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അത് തിരുത്തുവാനും അങ്ങനെ അടച്ച പണം കൃത്യമായി ഡിമാൻഡ് രജിസ്റ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യുവാനും DRC03A എന്ന ഫോം സർക്കാർ കൊണ്ടുവന്നത്. എന്നാൽ നോട്ടീസ് കിട്ടിയതിന് ശേഷം DRC03 പ്രകാരം പണമടയ്ക്കുകയും ആ നോട്ടീസിലെ നടപടികൾ പ്രസ്തുത ഓഫീസർ DRC05 പ്രകാരം അവസാനിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ DRC03A എന്ന അപേക്ഷ നൽകുന്നതിന് പരിഗണിക്കുന്നതല്ല. ഇനി DRC03A എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി സർവീസസിൽ യൂസർ സർവീസസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൈ ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുക. മൈ ആപ്ലിക്കേഷനിലെ ആപ്ലിക്കേഷൻ ടൈപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ത്രൂ DRC03 ഫോം GST DRC03A സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻസ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തു വരുന്നതാണ്. അതിൽ ഫോം GSR DRC03 റെഫറൻസ് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ നേരത്തെ അടച്ച DRC03യുടെ റെഫറൻസ് നമ്പർ കൊടുക്കുക. അതിന് തൊട്ട താഴെയായി കാണുന്ന ഡിമാൻഡ് ഓർഡർ നമ്പർ എന്ന ഭാഗത്ത് ആ ഡിമാൻഡ് ഓർഡർ നമ്പർ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നു നിൽക്കുന്നതാണ്. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് എന്ന ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ പുതിയൊരു വിൻഡോ, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിമാൻഡ് എന്നൊരു വിൻഡോ തുറന്നു വരും. ഇതിന് താഴെയായി DRC03യുമായി ബന്ധപ്പെട്ട ടേബിൾ B1, B2, B3 എന്നിവ കൂടെ കാണാവുന്നതാണ്. ടേബിൾ B1, B2, B3 എന്നിവ ക്യാഷ് പേയ്മെൻറ്റ് നടത്തി DRC03 ഫയൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ക്രെഡിറ്റ് ലെഡ്ജർ മുഖാന്തരം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ടേബിൾ C1, C2, C3 എന്നിവയിലാണ് കാണിക്കുക. ടേബിൾ C1, C2, C3യിലും D1, D2, D3യിലും നിങ്ങൾ ചെയ്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ ടേബിൾ Dയിൽ പ്രതിഫലിക്കുന്നതാണ്. അതിനുശേഷം ടേബിൾ Dയിലെ വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അവസാനമായി അണ്ടർടേക്കിങ്ങിൽ കാണിച്ചിരിക്കുന്ന ടിക്ക് ബോക്സുകളിൽ ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ DRC03A ഫയൽ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതട്ടെ. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.